എൻ്റെ നോട്ട്സ് സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസ് അനുസരിച്ച് ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ചത് ഷംന മിസ്സിൻ്റെ ആ നോട്ടായിരുന്നു. മിസ്സിൻ്റെ ആ ദീർഘകാലത്തെ അനുഭവ പരിചയവും പഠനവും മിസ്സിന് ലഭിച്ചിട്ടുള്ള അറിവുകളുടെ ഒരു ഫൈനൽ എൻഡ് പ്രോഡക്റ്റ് ആണ് ഇത് നിശ്ചയമായിട്ടും. എനിക്ക് തോന്നുന്നു പല അക്കാഡമീസും വന്നു പോയിട്ടുണ്ട്, പല ടീച്ചേഴ്സും വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എവർഗ്രീൻ ആയിട്ടൊരു 10 കൊല്ലം ഒരു ദശാബ്ദക്കാലം ഈ രംഗത്ത് നിറഞ്ഞു നിൽക്കണം, റിസൾട്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ടീച്ചർ എത്രമാത്രം എഫേർട്ട് അപ്ഡേറ്റഡും ആണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതെല്ലാം സഹായകരമായിരിക്കും. നന്നായി വായിക്കുക, പാഠപുസ്തകങ്ങൾക്ക് പുറത്തേക്ക് വായിക്കുക, മാധ്യമങ്ങൾ, അച്ചടി മാധ്യമങ്ങൾ വായിക്കുക. നിങ്ങളെല്ലാം സിവിൽ സർവീസിലേക്ക് പ്രവേശിക്കാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എന്താണോ പഠിക്കേണ്ടത് ടു ദ പോയിന്റ് എനിക്ക് മനസ്സിലായി. ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മാർക്ക് മേടിക്കും. എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും, നിങ്ങളുടെ സിവിൽ സർവീസ് ജേർണിയിൽ ഇതൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. എനിക്ക് എത്ര നാൾ ആരെയൊക്കെ പഠിപ്പിച്ച് മാർക്ക് വാങ്ങിപ്പിക്കാൻ വേണ്ടി നടത്തിയാലും എനിക്ക് മടുക്കുന്നില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോഴും ഞാൻ അങ്ങോട്ട് ചോദിക്കും, നീ എഴുതുന്നുണ്ടോ? ഇപ്പോൾ മെയിൻസിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഉത്തരം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ കപ്പാസിറ്റി ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ഉത്തരത്തിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്തിട്ട് അവർക്ക് കുറച്ചും കൂടി മാർക്ക് എത്തിക്കാനായിട്ട് പറ്റും. നമ്മുടെ ജീവിതത്തെ നമുക്ക് UPSCക്ക് മുൻപ് പിൻപെന്ന് തരംതിരിക്കാൻ പറ്റും. UPSCക്ക് മുൻപുള്ള നമ്മളല്ല, UPSC വന്നതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, കുട്ടികളുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും സോഷ്യൽ കണ്ടന്റിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുന്നുണ്ട്. UPSC മലയാളം ഐച്ഛിക വിഷയമായി പഠിക്കുന്നവർക്കും മലയാളം ഭാഷയും സാഹിത്യവും മുഖ്യമായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു പുസ്തകമായിരിക്കും ഷംനയുടെ IAS മലയാളം.